പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വെള്ളക്കാന്താരിയാണ്. ഇത് എൻ്റെ താഴത്ത് നിലത്ത് നിൽക്കുന്ന ഒരു വെള്ളക്കാന്താരിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ടെറസിലും നമുക്കൊരു കാന്താരി വെച്ച് പിടിപ്പിക്കാമെന്ന്. ഈ ഒരു ഡ്രമ്മിനകത്താണ് കേട്ടോ ഞാൻ കാന്താരി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് നിറച്ചും കല്ലുകൾ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കരിയില ഇട്ടിട്ട് മണ്ണ് നിറക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഡ്രമ്മിനകത്ത് നേരത്തെ ഇരുന്നത് നമ്മുടെ വെച്ചിരുന്നത് ഉള്ളിയായിരുന്നേ. നല്ല രീതിക്ക് ഞാൻ കരിയില തിക്കി നിറച്ച് അതിന് മേളിൽ മണ്ണിട്ട് ഉള്ളി വെച്ചു. അപ്പൊ ആ കരിയില 3 മാസം കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ അലിഞ്ഞ് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം കരിയില ഇട്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഈ ഒരു രൂപത്തിലായി വരുമെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നിറച്ചും കല്ലുകൾ ഇട്ടാണ് വെക്കുന്നത്. പക്ഷെ ഒരു ഇടക്കാലം കൊണ്ട് ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ചുമ്മാ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കലായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ നിറച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ കുറച്ച് ചെടികൾ ഈ മഴക്കാലത്ത് നശിഞ്ഞു പോയി കേട്ടോ. വെള്ളം വാർന്നു പോകാതെ. അപ്പൊ നമ്മൾ അങ്ങനെ കല്ലുകൾ ഇടുന്നത് വെള്ളം വാർന്നു പോകാനാണ്. ഇത് നമ്മുടെ മുറ്റം വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന പുല്ലും ഇതൊക്കെ അടിച്ച് ഞാൻ മേളിൽ കൊണ്ടുവരാറുണ്ട്. ഇനി ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇട്ട് മഴക്കാലമായത് കാരണം ഒരാഴ്ച കഴിയുമ്പോൾ അതൊന്ന് അവിയും. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ വെച്ച് കൊടുക്കുവേ. അപ്പൊ ദേ കല്ലിങ്ങനെ നിരത്തിയിട്ട് അതിനകത്ത് ഞാൻ കരിയില ഇടുകയാണ്. ഒത്തിരി കരിയില ഇടുന്നില്ല, കുറച്ച് കരിയില ഇടുന്നുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ കരിയില കമ്പോസ്റ്റ് ആണല്ലോ ഇതിന്റെ മേളിലോട്ട് ഇടുന്നത്. അപ്പം ഇനി ഇതിനകത്തോട്ട് നല്ല ലൂസായി കിടക്കുന്ന മണ്ണ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിക്ക് ലൂസ് കരിയില കമ്പോസ്റ്റ് ആയത് കാരണം നല്ല രീതിക്ക് ലൂസ് ആയതാണ്. നല്ല വേരോട്ടം നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പൊ നേരത്തെ ഉള്ളി വെച്ചു, ഉള്ളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് കുമ്മായം ഇട്ട് വെച്ചിരുന്ന ഒരു ഗ്രോ ബാഗ് ആയിരുന്നേ. അപ്പൊ ഇനി ആ മണ്ണ് നല്ല രീതിക്ക് തന്നെ ട്രീറ്റ് ആയിരിക്കുന്ന ഒരു ഗ്രോ ബാഗാണ് കേട്ടോ. അതിനകത്ത് ആ മണ്ണാണ് ഞാനിപ്പോ ഈ ഡ്രമ്മിലോട്ട് നിറക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആണ് ഞാൻ മഴക്കാലത്ത് മണ്ണ് നേരത്തെ നിറച്ചിട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ കല്ലുകൾ ഇട്ട് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം തളം കെട്ടി കിടക്കാതെ അടിവഴിയിൽ പെട്ടെന്ന് വാർന്നു പോവുകയും ചെയ്യും കേട്ടോ. അതിനാണ് അടിയിൽ കല്ലുകൾ അങ്ങനെ ഇടുന്നത്. അത്രയും ചെറിയ കല്ലിനേക്കാളും നല്ല മുഴുപ്പുള്ള 4-5 കല്ലുകൾ ഇട്ടാലും മതി കണ്ടോ. ദേ ആ മണ്ണിൽ നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് അത് താന്നു പോകുന്നത് കണ്ടോ. ഇത് നമ്മൾ നേരത്തെ വെച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെച്ച ഉള്ളിയാണ്. ഉള്ളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ വെള്ളക്കാന്താരി വെക്കാന്നാണ് ഉദ്ദേശിച്ചത്. ഈ വർഷം ഞാൻ വെച്ചിരുന്ന ഒറ്റ മുളക് പോലും എനിക്ക് നല്ല രീതിക്ക് പിടിച്ചു വന്നിട്ടില്ല. എല്ലാത്തിനും തന്നെ മുരടിപ്പാണ്. മുരടിച്ച് തന്നെ നിൽക്കുകയാണ്. ഒത്തിരി നല്ല രീതിക്ക് വളരുന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഇപ്പൊ കുമ്മായമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ദേ ആ മുളകൊക്കെ മുരടിച്ചാട്ടോ, എല്ലാ മുളകും ദേ മുരടിച്ച് നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ സിറ, ഉജ്ജ്വല, പിന്നെ ബുള്ളറ്റ് മുളക്, അങ്ങനെ 3-4 ടൈപ്പ് പച്ചമുളകുകളുണ്ട് കേട്ടോ. കാന്താരി എനിക്കൊരു വെള്ളക്കാന്താരിയും നമ്മുടെ സാധാ പച്ചക്കാന്താരിയും എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് നമ്മുടെ പുതിനയുടെ ഒരു ഗ്രോ ബാഗ് കേട്ടോ. പുതിനേനേക്കാളും കൂടുതൽ കളകളാണ്. ഈ മഴയായത് കാരണം എല്ലാത്തിലും നല്ല രീതിക്ക് കളകൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ വെള്ളക്കാന്താരി ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല. മറ്റു വളങ്ങളൊന്നും ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. ഇച്ചിരി സ്യൂഡാമോൺ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളകെല്ലാം എനിക്ക് നല്ല രീതിക്ക് കിട്ടാതെ വന്നപ്പോൾ ഞാൻ സ്യൂഡാമോൺ മേടിച്ച് എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഒരു വഴുതനയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഞാൻ വെച്ച വഴുതന തൈയാണ്. അവൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പം അത് അവിടെ മഴ കൊള്ളാതെ ഞാൻ ഒരു സൈഡിൽ വെച്ചേക്കുകയായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ കയറി വന്നിട്ടുണ്ട്. അതിനകത്ത് ദേ ഒരു ആമവണ്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെടികൾ നമ്മൾ വെച്ചാലും അത് കീടങ്ങൾ വരാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജൈവ കീടനാശിനികൾ തളിച്ചോണ്ടിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി ആണെങ്കിലും ചതച്ച് തളിച്ചാൽ മതി. അപ്പൊ ഈ നമ്മൾ ഒത്തിരി കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുതും കേട്ടോ. ഞാൻ അങ്ങനെ വെളുത്തുള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങൾ സോപ്പ് വെള്ളമൊക്കെ തളിച്ചൊക്കെയാണ് എൻ്റെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ. അപ്പം ആ വഴുതനേനെ നമ്മൾ വെയിലത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ മുളകിനെ കൊണ്ടുപോയി മഴ കൊള്ളാതെ നമ്മൾ സൈഡിലോട്ട് വെക്കുവാണ്. പിന്നെ 1-1.5 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റുകയുള്ളൂ കേട്ടോ.
വഴുതനയ്ക്ക് ഫസ്റ്റ് ട്രിപ്പ് വളം കൊടുക്കാറും ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ സ്യൂഡാമോൺ ഞാൻ ഒഴിക്കുന്നുണ്ടെന്ന്. അപ്പൊ സ്യൂഡാമോൺ കലക്കി ഞാൻ ശകലം ഒഴിക്കുന്നുണ്ട്. മറ്റു വളങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കരിയില കമ്പോസ്റ്റ് ആദ്യം നമ്മൾ കുമ്മായ ഇട്ട് വെച്ച മണ്ണായിരുന്നു. അതിനകത്ത് കരിയില കമ്പോസ്റ്റ് ഇട്ട് അതിനകത്ത് നമ്മൾ ചെടി വെച്ചു. മുളക് തൈ നട്ടു. ഇനിയിപ്പം അതിനകത്ത് ഈ സ്യൂഡാമോൺ കലക്കി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ ഇതിനി ഒന്നും ചെയ്യുകയല്ല. നല്ല രീതിക്ക് പിടിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും വളം കൊടുക്കുകയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിയാണേ. ആദ്യം കാണിച്ചത് കഴിഞ്ഞ ദിവസം വെച്ചതാണ്. അതിന് മുന്നേ വെച്ചിരുന്ന ഉള്ളികളാണിത്. ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയിൽ ഞാൻ എങ്ങനെ പോലും ഒരു 2-3 ഗ്രോ ബാഗ് ഉള്ളി വെച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉള്ളികളും നല്ല രീതിക്ക് നമുക്ക് ആക്കിയെടുക്കണമല്ലോ. ഇത്തവണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം തന്നെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.